തനിക്കൊരു 50 കൊല്ലമോ 100 കൊല്ലമോ കൂടുമ്പോൾ എന്നെ വിളിച്ചുകൂടെയെന്ന് ചാത്തൻ ചോദിക്കുന്നിടത്ത് താല്പര്യമില്ല, താൻ ഒരു അറിവോർണാണെന്ന് ഒടിയൻ പറയുമ്പോൾ മലയാളി മിത്തിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷൻ നമുക്ക് കാണാൻ കഴിയും. ലോക യൂണിവേഴ്സിന്റെ ടൈം ലൈൻ എന്തുമാത്രം വലുതാണെന്നും എത്രമാത്രം വലുതാക്കാമെന്നുമുള്ള സൂചനകൾ ആദ്യ ഭാഗം തന്നിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ് ഇതിൽ കാണുന്നത്. വളരെ കാഷ്വലായ ഒരു ചിൽ അടി കോൺവെർസേഷൻ. ഡെഡ്പൂളും വൂൾവറിനും പോലെ ചാത്തനും ഒടിയനും. ഇത്രയുമാണോ ക്യൂരിയോസിറ്റി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചാത്തന്റെ ഡയലോഗ്, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലേടോ. കാലവും ലോകവും താണ്ടി ജീവിക്കുന്ന ലോക യൂണിവേഴ്സിന്റെ വെൽ മെയ്ഡ് കഥാപാത്രങ്ങൾ. അതിൽ തന്നെ അസാസിൻ വേർഷന്റെ പ്രോ സെറ്റിംഗിൽ നിൽക്കുന്ന ഒടിയൻ. ഒരുപക്ഷെ ചാത്തന്റെ ഡയലോഗിന് ശേഷമുള്ള ഒടിയന്റെ റിയാക്ഷനിൽ 1945 ഏപ്രിൽ 30 ഹിറ്റ്ലർ ശരിക്കും ആത്മഹത്യ ചെയ്തതാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള സിനിമാറ്റിക് മൊമെന്റ്. ചാപ്റ്റർ 1 ടൈലൻഡിൽ പറഞ്ഞതിന്റെ തുടർച്ചയായി 389 സഹോദരന്മാരിൽ മൂത്തവൻ മേ ബി തന്റെ ചേട്ടൻ പുറത്തിറങ്ങിയെന്ന് മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്. അയാൾ അത്ര ഫണ്ണല്ല എന്നും പറയുന്നുണ്ട്. എന്തിനാണ് അയാൾ ഒളിവിൽ പോയത്? പുറത്തിറങ്ങിയാൽ മൈക്കിളിനെ അന്വേഷിച്ച് അയാൾ വരും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇതേ അനൗൺസ്മെന്റ് ടീസറിന്റെ അവസാനമുള്ള 2D ആനിമേഷൻ നൽകുന്നുണ്ട്. ചാത്തൻ വേഴ്സസ് ചാത്തൻ, മൈക്കിൾ വേഴ്സസ് 389 ചാത്തന്മാർ.